ഇന്നൊരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 3 പേർക്കെങ്കിലും കണ്ടുവരുന്നൊരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. വളരെ കോമൺ ആയി കണ്ടുവരുന്നൊരു കാര്യമാണ്. നമ്മളിപ്പം ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അസോസിയേറ്റഡ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഫാറ്റ് ലിവർ ഉണ്ടെന്ന് പലരും കണ്ടുപിടിക്കുന്നത് തന്നെ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാറ്റ് ലിവറിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ അതിനെ എങ്ങനെ നമുക്ക് ഡയറ്റിലൂടെ മാനേജ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ആര്യ, നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ, QNB ഹെൽത്ത് കെയർ. ഫാറ്റ് ലിവർ പേര് പോലെ തന്നെ നമുക്കറിയാം, ഫാറ്റാണ് അവിടെ അക്യുമുലേറ്റ് ആവുന്നത്. അതായത് നമ്മുടെ ലിവറിന് ചുറ്റുപാടുമായിട്ട് ഫാറ്റ് അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റ് ലിവർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇത് കൂടുതൽ കണ്ടുവരുന്നത് എൽഡർലി ആയിട്ടുള്ള ആൾക്കാരിലായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ. എന്നാൽ ഇന്ന് അത് കുട്ടികളിലും കണ്ടുവരാറുണ്ട്. പലരും മെൻസ്ട്രൽ റിലേറ്റഡ് കംപ്ലയിൻസ് ഒക്കെ ആയിട്ട് USG ഒക്കെ ചെയ്യുമ്പോഴായിരിക്കാം അവർക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ അവർ അറിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ലിവറിൻ്റെ വെയിറ്റിനേക്കാളും ഒരു 8 തൊട്ട് 10% വരെ അതിൻ്റെ ഭാരം കൂടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ ലിവർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഫങ്ഷനിങ് ചെയ്യുന്നൊരു ഓർഗനാണ്. നമ്മുടെ മെറ്റബോളിസത്തിനാണെങ്കിലും നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിലാണെങ്കിലും നമ്മുടെ പ്രോട്ടീൻ മെറ്റബോളിസത്തിലാണെങ്കിലും അങ്ങനെ ഒരുപാട് റോളുകൾ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനകത്തുള്ള 8 തൊട്ട് 10% വരെ ബോഡി വെയിറ്റിലെ ഒരു ഭാഗം വഹിക്കുന്നത് ഈ ഒരു ലിവർ എന്ന് പറയുന്ന ഓർഗനാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് ലിവർ എന്ന് പറയുന്നത്. നമ്മുടെ വയറിന് വലതു ഭാഗത്തായിട്ട് റിബ്സിനൊക്കെ താഴെയായിട്ട് പിന്നിലായിട്ടാണ് ഈ ലിവറിന് കണ്ടുവരുന്നത്. നമ്മുടെ ടോട്ടൽ ബോഡി മെറ്റബോളിസം, നമുക്ക് ബോഡി വെയിറ്റ് റെഗുലേഷന് വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷൻ, നമ്മുടെ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് വരുമ്പം ഇത് മൊത്തത്തിൽ താറുമാറാവുന്നതാണ് പൊതുവേ കണ്ടുവരാറുള്ളത്. ഫാറ്റ് ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ പൊതുവെ 3 ഗ്രേഡ്സിലായിട്ടാണ് കണ്ടുവരുന്നത്. അതായത് ഫാറ്റ് ലിവർ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഗ്രേഡ് 1 എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് 8% ഫാറ്റ് അവിടെ അടിഞ്ഞു കൂടിയതായിട്ട് കണ്ടുവരാറുണ്ട്. എന്നാൽ ഗ്രേഡ് 2ലേക്ക് വരുമ്പം അത് 10 തൊട്ട് 12% ആവുകയും ഗ്രേഡ് 3ലേക്ക് വരുമ്പോൾ അത് ഒരു 15 എബവ് അത്രയും ശതമാനത്തോളം ഫാറ്റ് അടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഈ 3 ഗ്രേഡും കഴിഞ്ഞിട്ടും നമ്മളത് പ്രൊലോങ് ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതൊരു ഇറിവേഴ്സിബിൾ സ്റ്റേറ്റ് ആയിട്ടുള്ള ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. നമുക്കറിയാം, ആ സ്റ്റേജ് എത്തുമ്പോഴത്തേന് തന്നെ നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷൻ ഓൾമോസ്റ്റ് 90%ഓളം താറുമാറായിട്ടുണ്ടാവും എന്നുള്ളതാണ് കണ്ടുവരാറുള്ളത്. പ്രധാനമായിട്ട് നമുക്ക് ഇതിന് കാരണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ 3 രീതിയിലാണ് നമ്മൾ ഇതിനെ തരംതിരിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് ആൽക്കഹോളിക് കണ്ടീഷനിൽ വരാം, അതുപോലെ നോൺ ആൽക്കഹോളിക് കണ്ടീഷനിൽ വരാം, അതുപോലെ എന്തെങ്കിലും ഒരു മെറ്റബോളിക് സിൻഡ്രോം കൊണ്ടും നമുക്കിത് വരാം. ആൽക്കഹോളിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ലോങ് ടേം ആയിട്ട് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ട് കണ്ടുവരാറുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽക്കഹോളിനകത്ത് അടങ്ങിയിട്ടുള്ള അസറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് ഇതിന് കാരണമാവുന്നത്. ഇത് നമ്മുടെ ലിവറിനകത്ത് വലിയൊരു ഡാമേജ് ഉണ്ടാക്കുകയും ഫർദർ നമുക്ക് ഫാറ്റ് ലിവർ പോലുള്ള കണ്ടീഷൻസും അത് ലോങ് ടേം ആകുമ്പോൾ നമുക്കിതുപോലെ ലിവർ സിറോസ് പോലുള്ള കണ്ടീഷൻസുമാണ് ഉണ്ടാക്കുന്നത്. ഇനി നോൺ ആൽക്കഹോളിക് കണ്ടീഷൻസ് ആണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് നമ്മുടെ ഭക്ഷണങ്ങൾ തന്നെയാണ്. വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ കളറിങ് ഏജൻസ് ഒക്കെ ഒരുപാട് ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് വഴി നമുക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും കണ്ടുവരാറുണ്ട്. നമ്മൾ അളവിൽ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ ഷുഗറായിട്ടുള്ള ഫ്രക്ടോസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അളവിൽ കൂടുതൽ എടുക്കുന്ന സമയത്ത് നമുക്കിത് ഡൈജഷൻ സംഭവിച്ചിട്ട് ഡയറക്റ്റ്ലി ഇത് ഫാറ്റായിട്ട് നമ്മുടെ ലിവറിലാണ് സ്റ്റോർ ആവുന്നത്. അപ്പം ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് നമുക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണത്തിനകത്ത്, അതായത് ബേക്കറി ഐറ്റംസിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടന്റാണ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻഫ്ലമേറ്ററി ഏജന്റ് ആണ്. ഇതും ഇതുപോലൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് പൊതുവേ കണ്ടുവരാറുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു മെറ്റബോളിക് സിൻഡ്രോം എന്ന്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ ഹൈപ്പർ കൊളസ്ട്രീമിയ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ അതിന് അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഫാറ്റ് ലിവറൊക്കെ കണ്ടുവരാറുണ്ട്. അതും അല്ലെങ്കിൽ ലിവറിന് ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടാവും, അതായത് ഹെപ്പറ്റൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ബാധിക്കുന്ന അവസ്ഥയിൽ, അതുപോലെ ലോങ് ടേം ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഡ്രഗ്സ് ഒക്കെ, അതായത് മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറേ കാലങ്ങളായിട്ട് എടുക്കുന്നുണ്ടെങ്കിലൊക്കെ ഇത്തരത്തിൽ നമുക്കതൊരു ഫാറ്റ് ലിവർ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇത്തരം ഒരു ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങളാണ് നോക്കാൻ പോകുന്നത്. പൊതുവേ കണ്ടുവരാറുള്ളത് നമുക്ക് വിട്ടുമാറാത്ത ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആണ്. അതായത് ബ്ലോട്ടിംഗ് പോലെയോ ബേണിംഗ് സെൻസേഷൻസ് പോലെയോ അല്ലെങ്കിൽ ഇൻഡൈജഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം. നമുക്ക് ജനറലൈസ്ഡ് ആയിട്ടൊരു വീക്ക്നെസ് വരാം, എപ്പോഴും ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ട് പോലുള്ള കാര്യങ്ങൾ വരാം, കോൺസ്റ്റിപ്പേഷൻ വരാം, അതുപോലെ നമ്മുടെ വയറിന് വലതുഭാഗത്തായിട്ടൊക്കെ വേദന ബുദ്ധിമുട്ടുകളൊക്കെ വരാം, പുളിച്ച് കയറുന്ന പോലത്തെ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ നമുക്ക് ഒരു എന്ത് കഴിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞ പോലെ ഒരു ഫുൾനെസ് തോന്നുക, ഒരു ഹെവി ആയിട്ടിരിക്കുക വയറെപ്പോഴും, അതുപോലെ മുഖത്തും പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കരിവാളിപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരുന്നു. ഇതാണ് പൊതുവേ നമ്മൾ ഒരു ഫാറ്റ് ലിവർ കണ്ടീഷനിലുള്ള ആൾക്ക് ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്ക് ചില വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും ഇത്തരം ഒരു ബുദ്ധിമുട്ട് വരാം. അതായത് നമ്മൾ ഭക്ഷണത്തിലൂടെ എടുക്കുന്നത് വഴി നമുക്ക് ചില വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസീസ് വരാം.
അതിൽ പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B3 ആൻഡ് വൈറ്റമിൻ B12. ഈ 4 വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട്. ഇനി ഇത് ഓരോ വൈറ്റമിൻസിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഓരോ ഫോമിലാണ് നമുക്ക് ലിവറിൻ്റെ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ലിവറിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുന്നത് ട്രൈഗ്ലിസറൈഡ്സ് ഫോമിലാണ്. അപ്പം ട്രൈഗ്ലിസറൈഡ്സ് നമുക്കറിയാം, ഇത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ പോലുള്ള ബുദ്ധിമുട്ടുകളാണ് വരാറുള്ളത്. വൈറ്റമിൻ B3ൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ഫോർമേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാം, അതുപോലെ അവക്കാഡോ പോലുള്ള കാര്യങ്ങൾ, പിന്നെ നമുക്ക് മഷ്റൂംസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇനി അതല്ല നമുക്ക് സപ്ലിമെൻറ്റ് ഫോമിലേക്ക് എടുക്കണമെങ്കിൽ കൂടി അത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഇ നമുക്കറിയാം ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമുക്ക് ഉണ്ടാകുന്ന ഡാമേജസ്, നമുക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും സെല്ലുലാർ ഡാമേജോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇതുവഴി സാധിക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് എടുക്കാം. അതും അല്ലെങ്കിൽ വൈറ്റമിൻ ഇയുടെ സപ്ലിമെൻറ്റ്സും നമുക്ക് ടാബ്ലറ്റ്സ് ഫോമിൽ അവൈലബിൾ ആണ്. അതും നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. മൂന്നാമതായി നമ്മൾ പറഞ്ഞു വൈറ്റമിൻ B12. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് നമ്മൾ പൊതുവേ കേൾക്കാറുള്ളത് നെർവ് റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ആണ് പൊതുവേ നമ്മൾ പറയാറുള്ളത്. എന്നാൽ ഇത് ഫാറ്റ് ലിവറിന് ഒരു കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇൻടേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോൺ വെജ് കഴിച്ചിട്ടൊക്കെ നമുക്ക് ഇത് ബാലൻസ് ചെയ്യാവുന്നതാണ്. മൂന്നാമതായി നമ്മൾ പറഞ്ഞ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B12 ആണ്. നോർമലി നമ്മൾ പറയാറുള്ളത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി നമുക്ക് നെർവ് റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ആണ് തരാറുള്ളതെന്നാണ്. എന്നാൽ ഇത് ഫാറ്റ് ലിവർ ഉണ്ടാക്കാൻ ഒരു കാരണമാവുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നോൺ വെജും അതുപോലെ നട്ട്സും ഒക്കെ ധാരാളമായി കഴിക്കുന്നത് വഴി ഇതിനെ നമുക്കൊന്ന് ബാക്കപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. നാലാമതാണ് വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. ഇത് നമുക്കറിയാം സൺഷൈൻ വൈറ്റമിൻ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നത് സൺ എക്സ്പോഷർ വഴിയാണ്. എന്നാൽ അത് ഇന്ന് പലർക്കും അത് എത്ര എക്സ്പോസ്ഡ് ആവാത്തൊരു കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണത്തിലൂടെ അത് ഇൻടേക്ക് ചെയ്യേണ്ടി വരും. ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ളൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ഫൈബ്രോട്ടിക് പ്രോപ്പർട്ടി ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ലിവർ ഫംഗ്ഷനിങ്ങിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഇൻടേക്ക് ചെയ്യുന്നത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രധാനമായിട്ട് നിങ്ങൾക്ക് മഷ്റൂം, അവക്കാഡോ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ നട്ട്സിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കുന്നതിന് കൂടെ തന്നെ കൃത്യസമയത്ത് ഉറങ്ങാനും അതുപോലെ ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരു 7 to 8 അവേഴ്സിലൊരു ഉറക്കത്തിൻ്റെ പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മുടെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും കാർബണേറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ, ഹെവി ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ, പിന്നെ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജ്യൂസസ്, സ്വീറ്റ്നസ് ആഡ് ആയിട്ടുള്ള ജ്യൂസുകൾ, റെഡ് മീറ്റ്, ആൽക്കഹോൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ റൊട്ടീനിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഗുഡ് ഫാറ്റ് ധാരാളമായിട്ട് കഴിക്കാം. അതായത് ഒലീവ് ഓയിൽ പോലെയോ അവക്കാഡോ പോലുള്ള കണ്ടൻസ് ഒക്കെ നമ്മുടെ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നോൺ വെജ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെറു മത്സ്യങ്ങളായിട്ട് ചാള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കൃത്യസമയത്ത് വെള്ളം കുടിക്കാനും എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കാനും വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ എക്സസൈസ് പാറ്റേൺസും നിങ്ങളുടെ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊന്നാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. പ്രധാനമായിട്ട് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് അതിന് കഴിക്കാൻ പറ്റുന്നത്. ഇഷ്ടമുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് കഴിക്കുന്നത് ഇത്തരൊരു സാഹചര്യത്തിൽ നല്ലതാണ്. അത് സാലഡ്സ് ഫോമിലാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലേറ്റ് ചെയ്ത് കഴിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. ഇനി ഫാറ്റി ലിവർ പോലുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ബോഡി വെയിറ്റ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ്. അതായത് ഫാറ്റ് ലിവർ കണ്ടീഷനിൽ അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് എപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമാണ് ഒബേസിറ്റി എന്ന് പറയുന്നത്. ജനറൽ ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഫാറ്റിൻ്റെ ആ ഒരു അക്യുമുലേഷൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഡയറ്റ് റൊട്ടീൻ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് പോലെയോ അല്ലെങ്കിൽ ജ്യൂസ് ഫാസ്റ്റിംഗ്, മോണോഡയറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 13 to 16 hours നമ്മൾ ഫുഡ് കഴിക്കാതെ ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിപ്പം രാവിലെ ലഞ്ചും അതിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫുഡ് സ്കിപ്പ് ചെയ്യുക. വെള്ളം മാത്രം എടുത്തിട്ട് രീതിയിൽ ഒരു 16 hours നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജ്യൂസ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ 6 to 7 times a day നമ്മൾ ജ്യൂസ് മാത്രം കഴിച്ചിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെയാണ് മോണോഡയറ്റ് എന്ന് പറയുന്നത്. മോണോഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ ഡേ നമ്മൾ ഒരേ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ആപ്പിൾ മാത്രം കഴിച്ച് നമുക്ക് ഫാസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വീക്ക്ലി വൺസ് ആയിട്ട് നമ്മുടെ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇത്തരം ഫാറ്റ് അക്യുമുലേഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ അസിഡിക് കംപ്ലയിൻറ്റ്സ് ധാരാളമായിട്ടുള്ള ഒരാളാണോ നിങ്ങളെന്ന് മാത്രം ചെക്ക് ചെയ്തിട്ട് കഴിക്കുക. കാരണം ഇത്തരം ഒരു ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അത് കൂട്ടാനൊരു സാഹചര്യം ഉണ്ടാക്കാം. അതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകളില്ലാത്ത ആൾക്കാർ വേണം ഇങ്ങനെയുള്ള ഫാസ്റ്റിംഗ് മെത്തേഡ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.